നമ്മൾ ഈ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് കൊണ്ടാണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ സ്പോക്കൺ അല്ലെങ്കിൽ സ്പീച്ചിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സംസാരിച്ചു. ഇനി നമ്മൾ സൗണ്ട് ഇഫക്റ്റ് അല്ലെങ്കിൽ SFX എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. എനിത്തിങ് അതർ ദാൻ മ്യൂസിക് ഓർ ദി സ്പോക്കൺ വേർഡ്സ് ഇൻ ദി സൗണ്ട് ഇഫക്റ്റ്. മ്യൂസിക്കിനും സ്പോക്കൺ സൗണ്ടും അല്ലാത്ത റിയലായിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്ട്സുകളെ, ദി crack of a chair, the bang of door, the ringtone, falling of books, bang of laser gun, it is. നമ്മളൊരു വാതിൽ തുറക്കും, അങ്ങനെ വാതിൽ തുറക്കുന്നു, നമ്മളൊരു കടലാസ് മറിക്കില്ലേ, അപ്പം പോലും ഒരു ശബ്ദമുണ്ട് അല്ലേ. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ dB വ്യത്യാസം ഉണ്ടെങ്കിലും ആ ശബ്ദങ്ങൾക്കൊരു എല്ലാ പ്രവൃത്തിയിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് അതിൻ്റെ അതേ പ്രത്യേകത അനുസരിച്ചിട്ട്. ഒരു ഏത് ശബ്ദമായാലും അത് നമ്മൾ ചെയ്യുമ്പോൾ, ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിക്കുന്ന ആ താൾ മറിക്കുന്ന ശബ്ദം പോലും സൗണ്ട് ഇഫക്റ്റാണ്. അത് റിയലായിട്ടുണ്ടാകുന്ന സൗണ്ട് ഇഫക്റ്റുകൾ ആണ് നമ്മൾ ഓൾ എക്സാമ്പിൾ ഓഫ് സൗണ്ട് ഇഫക്ട്സ് അബ്രിവേഷൻ SFX. വലിയ SFX, VFX പോലെ തന്നെ SFX അല്ലേ. അപ്പം നമ്മൾ SFX അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സിനെ നമ്മൾ ചുരുക്കി SFX എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ദി ആർട്ട് ഓഫ് മാനുവലി ക്രിയേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് സൗണ്ട് ഇഫക്ട്സ് ഇൻ ദി സ്റ്റുഡിയോസ്. ഒറിജിനലായിട്ട് ആർട്ട് ഫിലിംസിൻ്റെ അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിയെ പോലുള്ള ആൾക്കാർ ഒറിജിനലായിട്ട് പല കാര്യങ്ങളും ലൈവ് റെക്കോർഡ് ചെയ്തെടുക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ചിട്ടാണ് നമ്മൾ സൗണ്ട് ഇഫക്റ്റ് കൃത്രിമമായിട്ട് ചെയ്യുന്നത്. നെറ്റിൽ നിന്നൊക്കെ ധാരാളം ഡൗൺലോഡ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളിലുള്ള ഇഫക്ട്സിൻ്റെ സൗണ്ട് ഇഫക്ട്സുകൾ പ്രത്യേകം നമുക്ക് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് തന്നെ സ്റ്റുഡിയോയിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ കഴിയും. സ്റ്റുഡിയോയിൽ നമ്മൾ ഇത് അങ്ങനെ സ്റ്റുഡിയോ ചെയ്തെടുക്കുന്ന ആ ശബ്ദത്തിന് ഫോളിങ് എന്ന് പറയും. ഫോളിങ്, FOLEYING, ഫോളിങ് സൗണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മൾ കൃത്രിമമാക്കി ഒരു എഫക്റ്റിനെ കൃത്രിമമായി ശബ്ദം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം, നമ്മൾ ഒരു വാതിൽ തുറക്കണം, അല്ലെങ്കിൽ ഒരു വെള്ളത്തിലേക്ക് കല്ലിടുന്നു നമ്മൾ സ്റ്റുഡിയോയിനകത്തൊരു ബക്കറ്റിനകത്തുകൊണ്ട് ക്ലങ് 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 എന്നിട്ടിട്ട് അത് റെക്കോർഡ് ചെയ്തു. അല്ലെങ്കിൽ നമ്മളൊരു കഥാപാത്രം ഒരു നിറയെ ഉണങ്ങി കിടക്കുന്ന ഇലകളുടെ മേളിൽ കൂടെ ഒരാൾ ഓടിപ്പോകും. നമ്മൾ റൂമിൽ കൊണ്ട് കുറേ ഇലയിട്ടിട്ടിങ്ങനെ പോട്ടെ. നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ കുതിരയുടെ ശബ്ദം ഇല്ലേ. ചില ആൾക്കാരും മിമിക്രിക്കാരെ വെച്ചിട്ട് വരെ ഇത് ചെയ്യുന്നുണ്ട്, ഫോളിങ് സൗണ്ട്. അപ്പോൾ ഫോളിങ് സൗണ്ട് കുഡ് ബി യൂസ്ഡ് ദി സിമ്പിൾ റെക്കോർഡിംഗ് ടെക്നിക്സ് ഇൻ ദി സ്റ്റുഡിയോ. അതൊരു ചെറിയൊരു ടെക്നിക്ക് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട് ഫോളിങ് സൗണ്ട് എന്താണ്, ഹൗ ടു ക്രിയേറ്റ് എ സൗണ്ട് ഇഫക്റ്റ് ഇൻ ദി സ്റ്റുഡിയോ, ഹൗ ടു ക്രിയേറ്റ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടൊരു വിശദീകരണം ഞാൻ പറഞ്ഞു തരുന്ന ഈ എക്സാമ്പിളിനേക്കാളും വിശദമായിട്ട് നിങ്ങൾ ഒത്തിരി സിനിമകൾ കണ്ടാൽ മനസ്സിലാവും. അപ്പം അതിനെ വിഷ്വൽ എഫക്റ്റിനെ പോലെ തന്നെ സൗണ്ട് ഇഫക്ട്സുകൾ, ഓരോ പ്രവൃത്തിക്കും വരുന്ന ഇഫക്ട്സുകൾ ആദ്യം വളരെ പ്രേതത്തിൻ്റെയൊക്കെ പടം വരുമ്പോഴത്തേനും കൊടുക്കുന്ന ഇഫക്ട്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഈ സൗണ്ട് വാക്കിംഗ് ഓൺ എ ട്രേ ലീവ്സ് ക്യാൻ ബി achieved by the stamping on a few dry leaves that of stone hitting water by the shoving pebbles into the bucket of water. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, that of the horse galloping by using dry coconut shells, munching of a biscuit by actually munching them. നമ്മൾ ചായ കുടിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാൻ ചായ കുടിച്ചുകൊണ്ട് തന്നെ വർത്തമാനം പറയുമ്പോഴത്തേനും ഒരു ഇറക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും ബിസ്ക്കറ്റ് തിന്നുമ്പോഴുള്ള ശബ്ദം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ തൊട്ട് എല്ലാം സ്റ്റുഡിയോയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്താണ് ഒരു കാലത്ത് സിനിമകൾ തന്നെ. ഇന്ന് ഓൺ റെക്കോർഡിങ് എഫക്ട്സുകളൊക്കെ റെക്കോർഡ് ചെയ്തെടുക്കാൻ ഓൺ സ്പോട്ട് റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൗണ്ട് ഇഫക്ട്സ് അല്ലെങ്കിൽ SFXനെ നമ്മൾ 3ആയി തരംതിരിച്ചിട്ടാണ് പഠിക്കുന്നത്. അതായത് കോണ്ടെക്സ്റ്റൽ, പശ്ചാത്തലം, അല്ലെ കോണ്ടെക്സ്റ്റൽ അല്ലെ സാഹചര്യത്തിനനുസരിച്ചുള്ള ശബ്ദം. 2 ഡിസ്ക്രിപ്റ്റീവ്, ഒരു ശബ്ദത്തെ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ വർണ്ണിക്കുക. സസ്പെൻസ്
ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കമൻറ്റേറ്റീവ്, ശബ്ദം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കും. ഒരു പ്രേക്ഷകന് പല കാര്യങ്ങളെയും ശബ്ദം കൊണ്ട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്നുള്ളത്, അത് എഫക്ട്സുകൾ ഉപയോഗിച്ച് നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, ഇങ്ങനത്തെ ശബ്ദം ഇപ്പം നിങ്ങൾ കേട്ടില്ലേ? അപ്പം ഞാനുണ്ട്, ആരോ എന്നെ വിളിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ താഴെ കിടന്ന്, ഞാൻ താമസിക്കുന്ന ഘട്ടത്തിൽ താഴെ കിടന്ന് ഒരു ഭയങ്കര ബഹളം. ആ ശബ്ദത്തിൻ്റെ കോലാഹലങ്ങൾ കൊണ്ട് തന്നെ ഞാനൊരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ചില പശ്ചാത്തലങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു, ട്രെയിനൊന്നും കാണിക്കണ്ട, നമ്മൾ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിൽക്കുന്നത്, ശബ്ദം, ട്രെയിൻ വന്ന് പോകണം, ആളുകൾ, ബഹളം അല്ലേ? നമ്മുടെ ഒരു ക്ലോസപ്പ് ആയിരിക്കും കാണിക്കുന്നത്. ശബ്ദം കൊണ്ട് നമ്മൾ ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ തെരുവിലാണ് നിൽക്കുന്നത്, വനത്തിലാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ചെറിയ ക്ലോസപ്പ് കാണിച്ചുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യണം. മുഖം മാത്രമേ കാണിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സൗണ്ട് ഇഫക്റ്റുകളെ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അത് കോണ്ടക്സ്റ്റൽ അല്ലെങ്കിൽ സാഹചര്യത്തിലെ പശ്ചാത്തലം, അല്ലെങ്കിൽ ഒരു കാര്യത്തിനുള്ള ഇഴയെടുപ്പോൾ ഒരു പ്രവൃത്തിയായിട്ട് ബന്ധപ്പെടുത്തി കാണിക്കുന്നു. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ശബ്ദം കൊണ്ട് കാര്യങ്ങൾ വർണ്ണിക്കും. ഒരു സ്ഥലത്ത് ഒരാളോട് വർത്താനം പറയും, ദൂരെ ഒരു ക്ഷേത്രത്തിൻ്റെ ശബ്ദം പാട്ട് കേൾക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാവും അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു ബാങ്ക് വിളിക്കുന്ന കേൾക്കുന്നു, അപ്പോൾ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ആ ശബ്ദം കൊണ്ട് നമ്മുടെ തലച്ചോറിലുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഈ എഫക്ട്സിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. ഒരു പള്ളിയും കാണിക്കേണ്ട, ഒന്നും കാണിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത് ശബ്ദം കൊണ്ട് വ്യാഖ്യാനിക്കാം. ഇതാണ് അതിൻ്റെ 3 രീതികൾ, സൗണ്ട് ഇഫക്ട്സിൻ്റെ 3 രീതികൾ. അതായത് കോണ്ടക്സ്റ്റൽ, ഡിസ്ക്രിപ്റ്റീവ്, കമൻറ്റേറ്റീവ്. ഓർത്തിരിക്കുക, സൗണ്ട് ഇഫക്ട്സുകൾ യൂസ് ചെയ്യുന്നത്.